നമുക്ക് കുഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തത്. ഈ ഒരു മെഷറിംഗ് കപ്പ് 240 ml ഈ മെഷറിംഗ് കപ്പിന് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഇതിനു വേണ്ടി ഒരല്പം ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പോലെ ചേർത്തിട്ടുണ്ട്, കൂടുതലായി പോകരുത്. 1/2 ടീസ്പൂണും ചേർത്തിട്ടില്ല, 1/2 ടീസ്പൂണിൽ നിന്നും കുറച്ച് കുറവായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണും ഒരു പിഞ്ചും അത്രയും ചേർത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തു. അധികം പഞ്ചസാര ചേർത്ത് പോകരുത്, കാര്യം ഇതുണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു സ്ലൈറ്റ് മധുരം മാത്രമേ ഇതിന് പാടുള്ളൂ. പിന്നീട് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ്. അത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടി ഒരു സ്ട്രെയിനറിൽ ഇട്ടതാണ്, അതും കൂടെ ചേർക്കുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഞാനിത് നല്ല സോഫ്റ്റ് ഇതുമായി കുഴച്ച് കഴിഞ്ഞു. ഇനി ഞാനിത് പരത്താൻ പോകുന്നത് ഈ കിച്ചൺ ടോപ്പിൽ വെച്ച് തന്നെയാണ്. കിച്ചൺ ടോപ്പിൽ വെച്ച് കുറച്ച് സ്പേസ് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി കല്ലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസ് കിട്ടില്ല. അപ്പോൾ കിച്ചൺ ടോപ്പൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിത് പരത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കിച്ചൺ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. ശേഷം നമ്മൾ ഇപ്പോൾ കുഴച്ച് വെച്ച ഈ ദോ എടുത്ത് ഈ മൈദപ്പൊടിയിൽ നല്ലപോലെ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാം. കൈവച്ചല്ല പരത്തുന്നത്. കൈവച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം കുറച്ച് സമയം പരത്തി കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നീട് നമുക്ക് ചപ്പാത്തിൻ്റെ ആ കോല് വെച്ച് തന്നെ പരത്തിയെടുക്കാം. ആവശ്യത്തിന് പൊടി വിതറി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പരന്ന് കിട്ടില്ല. അപ്പം ഞാനിത് നമ്മളെ റോള് വെച്ച് ഒന്ന് പരത്തട്ടെ. വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ പരത്തിയെടുത്ത് കഴിഞ്ഞു. വളരെ തിന്നായിട്ട് നല്ലപോലെ ഈ ചപ്പാത്തീൻ്റെ ഈ റോളർ കൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങനെ പരന്ന് പൊയ്ക്കോളും. മൈദപ്പൊടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങ് പരന്ന് പൊയ്ക്കോളും. തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ, ചപ്പാത്തിയേക്കാളും തിന്നായിട്ടാണ് ഞാനിപ്പോൾ പരത്തിയത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പിസ്സ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിസ്സ കട്ടർ യൂസ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കത്തി വെച്ചും ചെയ്യാം. അപ്പോൾ കത്തി വെച്ചിട്ട് ഇതുപോലെ വേർട്ടിക്കലായിട്ട് സ്ലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബ്രെഡ്ത്തിൽ ഇതാ ഇത്രയും ഒരു 2 ഇഞ്ച് ബ്രെഡ്ത്തിലാണിത് കട്ട് ചെയ്യുന്നത്. നന്നായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യാം.
അപ്പോൾ മുഴുവനായി ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ അടർത്തിയെടുക്കാം. ഈ ഏറ്റവും സൈഡിലത്തേതിന് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടില്ല. അതിത്തിരി ആ സൈഡൊക്കെ അങ്ങനെ ഇരിക്കുന്ന കാരണം അങ്ങനെ കിട്ടില്ല. ബാക്കി എല്ലാത്തിനും കിട്ടും. ഏറ്റവും സൈഡിലുള്ളത് ഒഴികെയുള്ള ബാക്കിയുള്ള പീസസിനൊക്കെ ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഉള്ളിലുള്ള ഒരെണ്ണം എടുക്കട്ടെ ഞാൻ. ഏറ്റവും ഉള്ളിലായിട്ട് കിടക്കുന്നത് ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. കണ്ടില്ലേ? 4 സൈഡ്സ് ആയിട്ടുള്ള ഒരു ഷേപ്പ്. അതായത് 2 ട്രയാങ്കിൾ ചേർത്ത് വെച്ചാൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നമ്മൾ ആദ്യം ഇതിൻ്റെ മാവ് കുഴച്ച ആ പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ 1 by 1 ആയിട്ട് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച പീസസ് എല്ലാം ഞാൻ പാത്രത്തിലേക്ക് ഇതുപോലെ 2 പാത്രത്തിലേക്കായി വെച്ച് കഴിഞ്ഞു. കാരണം മേലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിപ്പിടിക്കും. അത് കാരണം വേറെ ഇടാൻ വേണ്ടിയിട്ട് 2 ഇതുപോലുള്ള വലിയ പാത്രത്തിൽ ആക്കി കഴിഞ്ഞു. ഈ പാത്രത്തിലും ആക്കി, ആദ്യം പരത്തിയ പാത്രത്തിലും ആക്കി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റവ് ഓൺ ചെയ്യട്ടെ. അപ്പോൾ ചെറിയൊരു ചീനച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഇപ്പോൾ ചീനച്ചട്ടിയൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് 2-3 ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് കൂടുതൽ ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഓയിലിപ്പോൾ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 1 by 1 ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പീസസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമാണ് കൊടുത്തത്. ഇല്ലാന്നില്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിമൊന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തുള്ളൂ. പെട്ടെന്ന് തന്നെ വരും. നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറിലേക്ക് വന്നു കഴിഞ്ഞു. അത് ആദ്യം ഇട്ടതൊക്കെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ആദ്യം ഗോൾഡൻ കളറിലേക്ക് വന്നതൊക്കെ ഞാൻ ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇല്ലാതെ കരിഞ്ഞു പോകും. അപ്പോൾ അത് മാത്രം നമുക്ക് കോരിയെടുക്കാം. ഫസ്റ്റ് ഇട്ടതാണത്. അതുപോലെ 1 by 1 ആയിട്ട് ഓരോന്നും ഗോൾഡൻ കളറിലേക്ക് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഗോൾഡൻ കളറിലേക്ക് വന്നു കഴിഞ്ഞതാണ് കോരിയെടുക്കാം. പെട്ടെന്നായി കിട്ടിയത് മൈദപ്പൊടിയല്ലേ, അപ്പോൾ കൂടുതൽ കുക്കിംഗ് ടൈമൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ കോരിയെടുക്കുവാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇടട്ടെ. കുറേശ്ശെ ആയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ തിങ്ങി നിറഞ്ഞിട്ട് എല്ലാത്തിനും ഒരേ വിധ കുക്കിംഗ് കിട്ടില്ല. അതിൻ്റെ ആ വേവ് എല്ലായിടത്തും ഒരുപോലെ എത്തില്ല, തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറേശ്ശെ ആയിട്ടിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആയി കഴിഞ്ഞു. അത് നമുക്ക് കോരിയെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കുഴലപ്പങ്ങൾ മുഴുവൻ ഞാൻ ചുട്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണത്തിൻ്റെ തലേ ദിവസം നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. വൈകുന്നേരം ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ചായൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ രാവിലെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ കണ്ണൂർ ഡിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നീട് ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതിൻ്റെ ക്രഞ്ചിനെസ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, അത്രയും ക്രഞ്ചിയാണ്, നല്ല ക്രിസ്പിയാണ്. കഴിക്കുന്ന ശബ്ദം കേൾക്കണോ? വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല ഡിഷസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.